ഇതാണ് നമ്മുടെ മിയാസാക്കി മാങ്ങൻ്റെ കളറ് കണ്ടോ. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം കളറല്ലേ നോക്കുക. അതാണ് ആളുകൾ ഒറിജിനലാണോ ഡ്യൂപ്ലിയാണോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇത് അവൽ നിൽക്കുന്നതും നമുക്ക് കാണിക്കാം. ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഇതാ ഒന്ന് നോക്കൂ. ഇത് ഫസ്റ്റിൽ ഇത് ഇങ്ങനെയാണ് മൂക്കുന്ന വരെയുള്ള കളറ്. ഇത് മൂത്ത് പഴുക്കാൻ തുടങ്ങുമ്പോൾ ഈ കളറിലേക്ക് ചേഞ്ച് ആവുകയാണ്. ചേഞ്ച് ആയി വരികയാണല്ലേ. ഇതിലേക്ക് ഇങ്ങനെ ചേഞ്ച് ആയി ഇവിടെ ഇങ്ങനെ കുറച്ച് മാറ്റം കാണുന്നുണ്ടല്ലോ. ഇനി ഇത് മൊത്തത്തിൽ ഈ കളർ വന്ന് നമ്മുടെ ഈ കളറിലേക്ക് അത് വരും. കണ്ടോ ഇങ്ങനെ ഒന്ന് പൊടി പോകുമ്പോൾ കണ്ടോ കളർ മാറി വരുന്നുണ്ടോ. അല്ല ഇത് നമ്മൾ ഒറിജിനൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത്രയും പണിപ്പെടുന്നത്. കാരണം ഇത് നന്നായിട്ട് കായ്ക്കുന്നത് എത്ര ചെറിയ മരങ്ങളാന്ന് നോക്കൂ. ഇതൊക്കെ ഇനി ഇത് നമ്മളെ പഴയ നെറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണിത്. നമ്മൾ ടാഗിലില്ല അന്ന് നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ടാണ് ഈ സാധനം എടുത്തിട്ടാണ് ഈ ഫോട്ടോ എടുത്ത് തോന്നുന്നു. അത്രയും ക്ലിയറാ. അപ്പോൾ നമുക്ക് എന്താ അന്നൊക്കെ ആളുകൾ ഇത് കളർ കൊടുത്താണ് ഇവിടെ ഉണ്ടാവില്ല, ജപ്പാനിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്നതായിട്ട് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു മാവ് ഇവിടെ നിന്ന് നോക്കൂ. ഈ ഒരു മാവ് ഇതിൽ 6 മാങ്ങ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ തരാം. 6 എണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു വളരെ പെട്ടെന്ന് മൂത്ത് പഴുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കി മാങ്ങ അതായത് കണ്ണിമാങ്ങയിൽ നിന്ന് പഴുക്കുന്നതിനെക്കാട്ടി സ്പീഡ് വളരെ സ്പീഡ്. അതായത് ഇപ്പം നമ്മൾ ഈ നാംഡോക്കുമായി ഒക്കെ നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ കൂടെ ഉള്ളതാണത്. അന്ന് അതും കണ്ണിമാങ്ങ നമ്മൾ വീഡിയോയിൽ കാണിച്ചാണ്. കണ്ട ആളുകൾക്ക് തന്നെ അറിയാം. നമ്മുടെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം ഇതിൻ്റെ കൂടുതൽ. അതൊന്നും ഇപ്പോഴും പഴുത്തിട്ടില്ല. ആ കിങ് ഓഫ് ചക്കപ്പത്താണ് ഈ നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ എടുത്തതാണത്.